അതായത് സ്വർഗത്തിലെല്ലാവരും ഭാര്യയും ഭർത്താവുമായിട്ടാണ് കഴിയുക. മക്കളുണ്ടാവില്ല എന്നാണ്. മക്കൾ വേറെ ആയിരിക്കും. പെൺകുട്ടികളൊക്കെ ഓലെ പുതിയാപ്പൻ്റെ ഒപ്പം കെട്ടിച്ചുകൊടുത്ത്, ആൺകുട്ടികളൊപ്പം ഒക്കെ ഓലെ പെണ്ണുങ്ങളൊപ്പം ഒക്കെ വേറെയാണ്. ഭാര്യയും ഭർത്താവുമായിട്ടാണ്. എവിടെ ഉണ്ട്? സൂറത്തു യാസീനിലുണ്ട്. ഹും വ അസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായിക്കി മുത്തക്കിഊൻ. അവരും അവരുടെ ഇണകളും സ്വർഗത്തിലെ മരത്തിൻ്റെ താഴ്ഭാഗത്ത് ചാരുകട്ടിലിൽ ചെരിഞ്ഞിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവാണ്. അതാണ് അഹ്ലി എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തൻ്റെ അഹ്ലിനെ സംരക്ഷിക്കണം നരകത്തെ തൊട്ട് എന്ന് പറഞ്ഞതിന് ഒന്നാമത് നൽകിയിട്ടുള്ള അർത്ഥം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും നരകത്തെ തൊട്ട് സംരക്ഷിക്കണം എന്നാണ്. ഈ ബോധത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഭർത്താവ് സുബഹിക്ക് നീച്ചില്ലെങ്കിൽ ഭാര്യയ്ക്ക് സങ്കടം വരും. ഒരു വക്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പേരിൽ 50,000, വേറെ അഭിപ്രായത്തിൽ 80,000 കൊല്ലം പരസ്പരം കാണാതിരിക്കേണ്ടി വരുമെന്നാണ്. ഭാര്യൻ്റെ ഒരു നിസ്കാരം നഷ്ടപ്പെട്ടു സുബഹി, എന്നാൽ ഭാര്യയും ഭർത്താവും ഒരു വക്ത് നിസ്കാരത്തിൻ്റെ പേരിൽ 50,000 കൊല്ലം മഹ്ശറയിൽ കാണാതിരിക്കുമെന്നാണ്. 5 കൊല്ലം കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഫാമിലീസ് എടുത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ ആൾക്കാർ 50,000 കൊല്ലം കാണാതിരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സങ്കടം വരും. പഠിച്ചോനെ അങ്ങനെ ഉണ്ട്. അപ്പോൾ വിളിക്കാൻ തോന്നും. ഇന്നിപ്പോൾ പെരയിൽ എന്താ വെച്ചാൽ കാരണന്മാരൊക്കെ സുബഹിക്ക് നീച്ചും, പക്ഷേ ഇളകോതെ നീച്ച് ലൈറ്റിടോതെ വെള്ളിയേക്ക് പോവുക. അങ്ങനെയൊന്നും ചെയ്യണ്ട. ബാങ്ക് കൊടുക്കണവരെയൊക്കെ ഓക്കെ. തഹജ്ജുദിൻ്റെ നേരത്തൊക്കെ പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും കൂടി വിളിച്ചോണ്ടണ്ട. ബാങ്ക് കൊടുത്താൽ വിളിക്കണം, എല്ലാ ലൈറ്റും ഇടണം, വിളിക്കണം. അങ്ങനത്തെ ശീലം കൊണ്ടുവരണം. ഒക്കെ തന്നെ നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബസംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ കുടുംബസംഗമം പല അർത്ഥത്തിലും നടത്തലുണ്ട്. തെക്കേതിലെ കുടുംബസംഗമം, വടക്കേതിലെ കുടുംബസംഗമം, പടിഞ്ഞാറയിലെ കുടുംബസംഗമം, അങ്ങനെയൊക്കെ ഉണ്ടാവും. മേലേതിലെ കുടുംബസംഗമം, താഴത്തേതിൽ കുടുംബസംഗമം, നടുവിലെ കുടുംബസംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉണ്ടാവും. ഇതും അങ്ങനെയല്ല. ഇതിപ്പോൾ ഈ പ്രദേശത്തെ നമ്മളെ മദ്രസയിൽ പഠിച്ച ആളുകളുടെ കുടുംബങ്ങളുടെ ഒരു സംഗമം. അതൊരു കുടുംബം തന്നെയാണ്. എല്ലാ ബന്ധങ്ങളും എല്ലാ കുടുംബങ്ങളും എല്ലാ കൂടിച്ചേരലുകളും സ്വർഗത്തിലേക്കായി മാറണം. അപ്പോഴാണ് വിജയം എന്ന് പറഞ്ഞത്. ഈ ഒത്തൊരുമിക്കലൊക്കെ ഇതിനേക്കാൾ സന്തോഷകരമായ തരത്തിൽ, ഇതിനേക്കാൾ നല്ല സൗകര്യങ്ങളിൽ, ഇതിനേക്കാൾ നല്ല പായസവും കുടിച്ച്, ഇതിനേക്കാൾ നല്ല പന്തലിൽ സ്വർഗം എന്ന് പറയുന്നതിലെ ഏറ്റവും ഉന്നതമായ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഉപകാരപ്പെടണം.